നമസ്കാരം. ട്രംപിന്റെ യുദ്ധം മോദിയോട്. ഇന്ത്യയെ തൊടാനാകാതെ ട്രംപ് ആകെ പരിഭ്രാന്തിയിലുമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുവാൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്നത്? ഇന്ത്യക്കെതിരെ പുതിയ തീരുവ ഭീഷണിയുമായിട്ടാണ് അമേരിക്ക എത്തിയിരിക്കുന്നത്. റഷ്യയുമായിട്ടുള്ള ബന്ധം വല്ലാതെ ട്രംപിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയുടെ ബന്ധം നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു വെനിസ്വേലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ. വെനിസ്വേലയിൽ ആക്രമണം നടത്തി അവിടുത്തെ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ബന്ദികളാക്കുന്നു. അതിന് പിന്നാലെ അവിടുത്തെ എണ്ണ വിൽപ്പനയുടെ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് US സ്വന്തമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വെനിസ്വേലിയൻ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ വളരെ പതിഞ്ഞ പ്രതികരണമായിരുന്നു നടത്തിയിരുന്നത്. ആ സമയത്തിനാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതും ഒപ്പം അമേരിക്കയും പ്രതീക്ഷിച്ച ക്രൂഡ് ഓയിലിന്റെ വില കൂടുമെന്നുള്ള വലിയൊരു ആശങ്കയും പ്രതീക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ അതേ എണ്ണ വിഷയത്തിൽ തന്നെ അടുത്ത മുന്നറിയിപ്പുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. ആ മുന്നറിയിപ്പ് എന്ന് പറയപ്പെടുന്നത് ഇന്ത്യക്ക് നേരെയാണ്. റഷ്യൻ എണ്ണ വാങ്ങലിൽ ഉടനൊരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ താരിഫ് വീണ്ടും വർദ്ധിപ്പിക്കുമെന്നുള്ള മുന്നറിയിപ്പ്. നിലവിൽ 50% തീരുവയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് US ഈടാക്കുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുമെന്ന ഡൽഹിയുടെ നിലപാടിൽ അസ്വസ്ഥനായിട്ട് ട്രംപ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് മേലുള്ള തീരുവ ഇനിയും വർദ്ധിപ്പിക്കുമെന്നുള്ള പുതിയ ഭീഷണി ഉണ്ടായിരിക്കുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വിഷയത്തിൽ ഇന്ത്യക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്ന വിഷയത്തിൽ നമ്മുടെ ഇന്ത്യയുടെ നിലപാട് എന്ന് പറയുന്നത് നമ്മുടേതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ, അതായത് അമേരിക്കയുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ ഇന്ത്യൻ ഇറക്കുമതിയുടെ താരിഫ് വർദ്ധിപ്പിക്കുമെന്നുള്ള ട്രംപിന്റെ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഭീഷണി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% വലിയ താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ 25% താരിഫ് ചുമത്തുവാനുള്ള കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇപ്പോൾ ഈ താരിഫ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര ചർച്ചകൾക്കിടയിലാണ് ഈ തീരുവ ഉയർത്തുന്നതിനെ കുറിച്ചുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നും ഇന്ത്യ ഇനി അത് വാങ്ങില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയതായിട്ടാണ് ട്രംപ് അടുത്തിടെയൊക്കെ പല സ്ഥലങ്ങളിലും അവകാശവാദം ഉന്നയിച്ചിരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യ ഈ അവകാശവാദം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ വാങ്ങുന്നത് തുടരുകയാണ് ചെയ്യപ്പെടുന്നത്. അതിനൊന്നും ഒരു മാറ്റവും ഇന്ത്യ വരുത്തിയിട്ടില്ല. റഷ്യയുടെ ഈ പ്രവർത്തികളിലും ഇന്ത്യയുടെ ഈ പ്രവർത്തികളിലും ട്രംപ് അസ്വസ്ഥനാകുന്നത് അവരുടെ തീരുവയും അവരുടെ വിപണന മൂല്യവും അവരുടെ വ്യവസായ സംവിധാനങ്ങളും തകരുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള അറിവാണ്, മുന്നറിയിപ്പാണ്. ആ അറിവിന്റെ പുറത്താണ് റഷ്യ ഇപ്പോൾ ഇന്ത്യക്കെതിരെ വലിയ താക്കീതുമായിട്ട് വന്നിരിക്കും. പക്ഷേ ഇന്ത്യയും മോദിയും ഒക്കെ ഇതൊക്കെ കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഭയത്തോടുകൂടി മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചിലപ്പോൾ ഈ ലോകരാഷ്ട്രങ്ങളൊക്കെ വല്യേട്ടൻ മനോഭാവത്തോടു കൂടി പെരുമാറിയിരുന്ന അമേരിക്കയെ അനുസരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷെ അതൊക്കെ മാറിയിരിക്കുന്നു. കാലത്തിന്റെ മാറ്റം വളരെ കൃത്യമായി എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരിക്കുന്നു, എല്ലാ രാജ്യ നേതാക്കൾക്കും ഉണ്ടായിരിക്കുന്നു. അതിൽ പ്രഗത്ഭനും പ്രശസ്തനും മോദി തന്നെയാണ്. മോദിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ നയതന്ത്ര ബന്ധങ്ങൾ കൊണ്ട് തന്നെയാണ് അമേരിക്ക തീരുവ ഉയർത്തി നമുക്ക് എണ്ണ തരാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുത്തിയതിനു ശേഷം കൂടുതൽ എണ്ണ നമ്മൾ വാങ്ങുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി, കൂടുതൽ പണം നമ്മളിൽ നിന്ന് സ്വരൂപിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ചെയ്ത ആ തീരുവ പ്രഖ്യാപനം ഉണ്ടല്ലോ, അത് കേട്ടപ്പോൾ ഇന്ത്യ ഞെട്ടിവിറച്ചൊന്നുമില്ല. അതുപോലെ ആലില പോലെ വിറയ്ക്കാൻ തയ്യാറായിരുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത മാർഗം സ്വീകരിച്ചു. ഉടൻ തന്നെ റഷ്യയുമായിട്ട് കരാറുണ്ടാക്കുന്നു. റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം വളരെ സുഗമമായി നടക്കുകയും ഇനി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോലും, ചിലപ്പോൾ ഫിലിപ്പീൻസിൽ അടക്കമുള്ള പല മറ്റു മേഖലകളിലെ രാജ്യങ്ങളിൽ കൂടി എണ്ണ മാത്രമല്ല പലതരത്തിലുള്ള വ്യാപാര കരാറുകൾ ഉണ്ടാക്കുവാൻ ഇന്ത്യ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്ന പഴയ സംസ്കാരം ഇന്ത്യ നിർത്തലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിന് കിട്ടുന്ന തിരിച്ചടിയാണിത്. ട്രംപ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന തിരിച്ചടി. കഴിഞ്ഞ വർഷം തുടക്കം മുതലും റഷ്യൻ എണ്ണ വിഷയത്തിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് എന്ന് പറയപ്പെടുന്നത് ഇന്ത്യ US ബന്ധങ്ങളെ വളരെ കൃത്യമായി ബാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ വളരെ കാലമായിട്ട് സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ട്രംപിന്റെ ഏറ്റവും പുതിയ പരാമർശങ്ങൾ
ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ പുതിയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റഷ്യ ഇന്ത്യയുടെ വിശ്വസ്ത സഖ്യകക്ഷിയും പ്രധാന എണ്ണ വിതരണക്കാരുമാണ്. ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ ലഭിക്കുന്നു. ഇത് സാമ്പത്തികമായിട്ട് അവർക്ക് ഗുണം ചെയ്യും. മറുവശത്ത് എണ്ണ വിറ്റാണ് റഷ്യ യുക്രൈനിൽ യുദ്ധം ചെയ്യുന്നത് എന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനാൽ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? അപ്പൊ റഷ്യ ഇന്ത്യക്ക് വില കുറഞ്ഞ രീതിയിൽ എണ്ണ നൽകുകയും ആ എണ്ണ റഷ്യ നൽകുന്നതിനോടൊപ്പം തന്നെ ഈ ചൈനയും അതേ മാർഗം തന്നെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങൾ ഇത്തരത്തിൽ ട്രംപിന്റെ ഉപരോധത്തെ മറികടന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ വിലവർദ്ധനവ് സ്വീകരിക്കേണ്ട എന്നൊരു സാഹചര്യത്തിലേക്ക് എല്ലാ രാജ്യങ്ങളും എത്തിച്ചേരും. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയും ചൈനയും ഒക്കെ മറ്റു രാജ്യങ്ങളെ, അതായത് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രസിഡന്റ് സ്ഥാനമേറ്റ ശേഷം ഡൊണാൾഡ് ട്രംപ് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഇതിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. സമ്പൂർണ്ണ പരാജയമാണ്. തുടർന്ന് അദ്ദേഹം ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളോട് തന്റെ അനിഷ്ടം പ്രകടിപ്പിക്കുകയാണ്. കനത്ത തീരുവ ചുമത്തി ട്രംപ് ഇതിനകം തന്നെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വളരെ ശ്രമങ്ങൾ നടത്തി. എന്നിട്ട് വിജയിച്ചു? പരാജയപ്പെട്ടു പോയി. എന്നാൽ സാമ്പത്തികമായിട്ട് ഗുണം ചെയ്യുന്നതിനാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ഇന്ത്യ ഇതിനോടകം വളരെ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ വലിയേട്ടൻ മനോഭാവമൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി, അത് ഇന്ത്യയുടെ മേലെടുക്കണ്ട എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം നരേന്ദ്രമോദി ട്രംപിന് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ തീരുവ വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം. ഈ തീരുവ വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനമൊന്നും ഇന്ത്യക്ക് ഏശാൻ പോകുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. വാഷിംഗ്ടണിലെ ഒരു പൊതുപരിപാടിയിൽ വെച്ച് ട്രംപ് നടത്തിയ പ്രഖ്യാപനമാണിത്. വ്യാപാര കരാറിനായിട്ട് ഇന്ത്യ US ഔദ്യോഗിക തലത്തിലുള്ള ചർച്ചകൾ ക്രിയാത്മകമായിട്ട് നടക്കുമ്പോഴാണ് ട്രംപിന്റെ ഭീഷണി എന്നതാണ് ശ്രദ്ധേയം. നമുക്കറിയാം, ഇതിനു മുൻപ് ഈ മേഖല ഉൾപ്പെടെ ചുരുക്കം ചില മേഖലകൾ കൂടി സമവായത്തിലെത്തേണ്ടതുണ്ട്. കാരണം ക്ഷീരമേഖലയുടെ വ്യവസായ സാധ്യതകളെ തുരങ്കം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഈ അമേരിക്ക മുമ്പോട്ട് വെച്ചിരുന്നു. അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇന്ത്യൻ ക്ഷീര കർഷകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വ്യാപാര കരാറുകളുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യ തയ്യാറല്ല എന്ന് തുറന്നടിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഈ പാലുൽപ്പന്നങ്ങൾക്കായിട്ട് ഇന്ത്യൻ വിപണി തുറന്നു നൽകണമെന്ന US ആവശ്യം കൂടി ആ സമയത്തിന് വലിയ വിഷയമുണ്ടാക്കി. അപ്പോൾ ആ വിഷയത്തോട് പ്രതികരിച്ചത് ഇന്ത്യ അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ കർഷകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുവാൻ നമ്മൾ തയ്യാറല്ല. അത് വലിയ പ്രതിസന്ധി US സൃഷ്ടിച്ചു. US ഇരട്ട താരിഫിന് ശേഷം US കയറ്റുമതിയിൽ കുറവുണ്ടായി എങ്കിലും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി, ആ കയറ്റുമതി ഇന്ത്യ വർദ്ധിപ്പിച്ച് അതിനെ മറികടക്കുവാൻ, അതായത് ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ വസ്ത്ര കയറ്റുമതിയിൽ മാത്രമാണ് ഇപ്പോഴും ആ വലിയ പ്രതിസന്ധി തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്നാൽ ട്രംപിന്റെ ഈ വിരട്ടലൊന്നും മോദിയോട് നടക്കില്ല എന്നുള്ളതിന്റെ സൂചനകൾ അത് വളരെ കൃത്യമായി ഇന്ത്യ നൽകിക്കഴിഞ്ഞു. ഇന്ത്യ 8ന്റെ പണി കൊടുക്കാനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുങ്ങുന്നത്. കാരണം ഇനി ഒരു രാജ്യവുമായിട്ടും അങ്ങനെ ഒരു ഏകാധിപത്യ പ്രവണതയിലൂടെ പോകേണ്ട ആവശ്യമില്ല. ഒരു രാജ്യത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയെ തള്ളിക്കൊണ്ട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാറിൽ ഏർപ്പെടുവാൻ ഇന്ത്യയും നരേന്ദ്രമോദിയും തയ്യാറാകുന്നത്. അതുകൊണ്ട് ഈ ട്രംപിന്റെ ഇത്തരത്തിലുള്ള സംസ്കാര ശൂന്യമായിട്ടുള്ള പ്രവർത്തികളൊന്നും നരേന്ദ്രമോദിയോട് നടക്കില്ല. അമേരിക്കൻ സാംസ്കാരിക പരമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം ഇന്ത്യയോട് നടക്കില്ല. ഇന്ത്യ അതുകൊണ്ട് തന്നെയാണ് തിരിച്ച് ഇതുപോലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വളരെ കൃത്യമായിട്ട് സ്ഥാപിച്ചെടുത്ത മറ്റു രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാറുകൾ നടത്തുന്നതും ആ വ്യാപാര കരാറുകളിലൂടെ ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയുടെ ഇറക്കുമതി അടക്കം ലാഭത്തിലാണ്. അപ്പോൾ ആ ലാഭത്തിൽ റഷ്യയിൽ നിന്ന് കിട്ടുന്ന എണ്ണ വ്യാപാരം കളയേണ്ട ആവശ്യമുണ്ട്. ഇത്രയും 50% തീരുവ വർദ്ധിപ്പിച്ച് അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങിക്കേണ്ട ഗതികൾ ഇന്ത്യക്കുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും റഷ്യയുമായിട്ട് ഇനിയും ഈ ബന്ധം തുറന്നുകൊണ്ടേയിരിക്കും. ഇനിയും റഷ്യയുമായിട്ട് മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ വ്യാപാരം നടത്താൻ തന്നെയാണ് മോദിയുടെ അടക്കം തീരുമാനമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ നീക്കം എന്ന് പറയപ്പെടുന്നത് അക്ഷരാർത്ഥത്തിൽ ട്രംപിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ട്രംപിന് പോലും അറിയാത്ത ഒരു സാധ്യതയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അതായത് ട്രംപിന്റെ ഇത്തരത്തിലുള്ള യുദ്ധം മോദിയോട് നടത്തിയാൽ, വ്യാപാര യുദ്ധം തന്നെ ആയിക്കോട്ടെ, അത് മോദിയോട് നടത്താൽ ഇനി ഇവിടെ നടക്കില്ല എന്നുള്ളതാണ് മോദി തന്നെ വളരെ കൃത്യമായിട്ട് അതിന്റെ ആൻസർ നൽകിയിരിക്കുന്നത്, ഉത്തരം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ തൊടാനാകാതെ ട്രംപ് വല്ലാതെ പരുങ്ങല്ലാകുന്നു. ആകുന്നതൊക്കെ ചെയ്താലും ഈ ഇന്ത്യയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിയാത്ത വണ്ണം വളരെ അകലേക്ക്
ട്രംപിന് മാറേണ്ടി വരുന്നു, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മാറേണ്ടി വരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം അത്രത്തോളം ശക്തമാണ്. ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ മറ്റു രാജ്യങ്ങളിലുമായിട്ട് ഏർപ്പെടുത്തുന്നത് അത്രത്തോളം സുരക്ഷിതവുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇനി ട്രംപിന് വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യയെ ആശ്രയിക്കാം, അല്ലെങ്കിൽ മോദിയുടെ കാല് പിടിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാമെന്നല്ലാതെ ട്രംപിന്റെ ഈ വിരട്ടലും വിലപേശലുമൊന്നും ഇവിടെ ഇന്ത്യയോട് നടക്കില്ല എന്ന് ഓർക്കുക.